പ്രതികരിക്കാൻ പോവുകയാണ് സുരേഷ് ഗോപി എന്താണ് ആദ്യ പ്രതികരണം? തൃശ്ശൂരിലെത്തിയിരിക്കുകയാണ് ജസ്റ്റിന് അവിടെ ഇരിക്കാൻ എല്ലാവർക്കും കാണാൻ പറ്റില്ല. ഇരിക്കേണ്ടി ചേട്ടാ, ജസ്റ്റിന് അവിടെ ഇരിക്കാൻ എല്ലാവർക്കും കാണാൻ പറ്റില്ല. ഒരു സ്നേഹ വായ്പാണ് ഈ വിജയം എന്നാണ് അങ്ങനെയാണ് ഞാൻ സ്വീകരിക്കുന്നത്. ഉത്തരവാദിത്വത്തിന്റെ പേരിൽ കയറിക്കൊണ്ടേയിരിക്കും. ആ ഭാരം ഏറ്റാനും നിർവഹണത്തിലൂടെ ആ ഭാരം എല്ലാവരുടെയും തൃപ്തിയിലേക്ക് എന്നെ വിശ്വസിച്ച സമൂഹത്തിന്റെ വോട്ട് ചെയ്ത സമൂഹം എന്ന് പറയുമ്പോൾ എനിക്ക് വേണ്ടി വോട്ട് ചെയ്തവർ മാത്രമല്ല, അല്ലാത്തവരും അവരുടെ ഇഷ്ടത്തിനാണ് വോട്ട് ചെയ്തിരിക്കുന്നത്. അവരുമെല്ലാം ഇവിടുത്തെ ജനങ്ങളുടെ ഭാഗമാണ്, വോട്ടേഴ്സിന്റെ ഭാഗമാണ്. അവരുടെ എല്ലാം തൃപ്തിയിലേക്ക് എന്റെ ഉത്തരവാദിത്വം അത് ഭാരമാണെങ്കിൽ അത് അവരുടെ തൃപ്തിയിലേക്ക് ഇറക്കി വെക്കാൻ സാധിക്കണം. അതിന് ജഗദീശ്വരന്റെ വലിയ അനുഗ്രഹം ഉണ്ടാവണേ, ഇതിലും വലിയ അനുഗ്രഹം ഉണ്ടാവണേ എന്ന് മാത്രമാണ്. ഞാൻ ഈ 5 വർഷം വെറുതെ വൈലവേ ചെയ്ത് കളയാനായിട്ട് എനിക്ക് താല്പര്യമേ ഇല്ല. ഓരോ ദിവസവും ഓരോ നിമിഷവും ഞാനിവിടെ ഇല്ലാത്ത സമയത്ത് പോലും ഇവിടുത്തെ ചിന്തകളും ഇവിടത്തേക്ക് വേണ്ടുന്ന മുന്നോട്ടുള്ള കുതിപ്പല്ലെങ്കിൽ പോലും ഒരു 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 മൂവ്മെന്റിനുള്ള എല്ലാ ചിന്താശക്തിയും പ്രവർത്തനശക്തിയും, ആ പ്രവർത്തന ശക്തിയുടെ പേരിൽ ഒരു വലിയ പ്രവർത്തന മികവ്, ഇതെല്ലാം എനിക്ക് 5 വർഷത്തിനുള്ളിൽ ജനങ്ങളെ സമാധാനിപ്പിക്കാൻ വേണ്ടി നിർവഹിക്കാൻ സാധിക്കും. ഈ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മുദ്രാവാക്യം എന്ന് പറയുന്നത് തൃശ്ശൂരിൽ ഒരു കേന്ദ്രമന്ത്രി എന്നായിരുന്നു. എന്താണ് അതിന്റെ യാഥാർത്ഥ്യം? ഞാൻ അന്നും പറഞ്ഞില്ലേ, ഇതൊക്കെ ജെയ്സണൊക്കെ കേട്ടതല്ലേ, നിങ്ങൾ കേട്ടില്ലേ? എവിടെ അഞ്ജുരാജും നിഖിലും ഒക്കെ എല്ലാം കേട്ടതല്ലേ? എന്താ ഞാൻ പറഞ്ഞത്? കേന്ദ്രമന്ത്രി കിട്ടുമോ? ഞാൻ അതിനെക്കുറിച്ച് പറഞ്ഞതല്ലേ, ഇനിയും ഞാനത് പറഞ്ഞുകൊണ്ടിരിക്കും. അല്ല, നമ്മുടെ ഒരു ആഗ്രഹമാണ്. എന്റെ ആഗ്രഹം ഞാൻ അവരോട് പറഞ്ഞിട്ടുണ്ട്. അല്ല, നിരവധി വലിയ പദ്ധതികൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇപ്പൊ മെട്രോ നീട്ടുന്നത് ഉൾപ്പെടെയുള്ള കാര്യങ്ങളുണ്ട്. അതെങ്ങനെയാണ് അതിന്റെ? അല്ല, അതിന്റെ എല്ലാം സാധ്യത ഇനി സാങ്കേതികത പരിശോധിച്ച് അതിന്റെ ഫീസിബിലിറ്റി ഇതെല്ലാം പഠിക്കണം. അത് അവർ പഠിക്കണം. നമ്മൾ നമ്മുടെ സ്വപ്നം അത് യാഥാർത്ഥ്യമായാൽ നമ്മൾ സ്വപ്നം കാണുന്ന ഒരു വളർച്ച, അതുവഴി നമുക്ക് ഒരു FDI വന്നു കഴിഞ്ഞാൽ, അതല്ലാതെ തന്നെ ഇവിടെ ഓൺടർപ്രണർഷിപ്പ് പ്രോഗ്രാംസിനൊക്കെ എങ്ങനെയാണ് ഒരു ബിസിനസ് ഫീസിബിലിറ്റിയിലേക്ക്, ഒരു ഫ്ലറിഷിംഗ് ബിസിനസ് ഫീസിബിലിറ്റിയിലേക്ക് ഒരു ഭയങ്കര ഡിവൈൻ ലോജിസ്റ്റിക്സ് വന്ന് ചേരാൻ പോകുന്നു എന്ന് പറയുന്ന ടെക്നിക്കൽ സ്റ്റഡി അവർ നടത്തി അത് ഫീസിബിൾ ആണെങ്കിലാണ് അവർ അതിനുവേണ്ടി പിന്നെ നമുക്ക് സമ്മതം തരികയും അത് നടപ്പിലാക്കുകയും ചെയ്യും. വീട്ടമ്മമാരുടെ വോട്ടാണ് നമുക്ക് ഗുണമായതെന്ന് പറയുന്നുണ്ട്. അവർക്ക് വേണ്ടി പ്രത്യേക വീട്ടമ്മമാര്, ചെറുപ്പക്കാർ, ആ വീട്ടമ്മമാരുടെ ഇംഗിതമറിഞ്ഞ് അവരുടെ കെട്ടിയന്മാര്, അപ്പന്മാര് സർക്കാർ വിരുദ്ധ വികാരം വോട്ടായി മാറിയിട്ടുണ്ടോ? ഞാൻ അല്ലെങ്കിൽ മറിയക്കുട്ടിയെ പോലെ പെൻഷൻ കിട്ടാത്ത ആളുകൾ ഒത്തിരി പേര്, അത് നമ്മളെപ്പോലുള്ള ഒരാള് 5 പേരുടെ കാര്യം ഏറ്റെടുത്താൽ ഇതിന് സൊല്യൂഷനാണ്. അതുകൊണ്ട് നമ്മൾ സർക്കാരിന് ആശ്വാസം കൊടുക്കുകയൊന്നുമല്ല, ആ സർക്കാരിന്റെ നടപടിയെ ജനങ്ങൾ ചോദ്യം ചെയ്തുകൊള്ളണം. ഞാനതല്ലേ ചെയ്ത്. തൃശ്ശൂർ സ്ഥിരതാമസമാകുമോ? 5 വർഷം സ്ഥിരതാമസം പോലെ തന്നെയായിരിക്കും. കാരണം ഞാൻ ഒരിക്കലും എന്റെ അപ്പനെന്നേം കളഞ്ഞിട്ട് ഇറങ്ങത്തില്ല. അത് വേണമെന്നില്ല. അല്ല, തൃശ്ശൂർ 5 വർഷം സിനിമകളുണ്ടാവും. ഞാൻ ഇവിടെ തെരഞ്ഞെടുക്കപ്പെടാതെ ഇവിടുന്ന് എന്നെ എടുക്കാൻ അനുവദിക്കാതെ പറഞ്ഞയച്ചപ്പോൾ ഞാൻ ഇവിടെ എടുക്കാൻ വേണ്ടി ഞാൻ നിന്നില്ല. അതിന്റെ കൂലിയായിപ്പോ കിട്ടിയത്. ഓക്കെ, താങ്ക് യു. അപ്പൊ ശരി.
റൗണ്ടിലെ ചരിത്ര വിജയത്തിന് ശേഷം സുരേഷ് ഗോപി മാധ്യമങ്ങളെ കാണുകയാണ്. മിന്നുന്ന വിജയമാണ് ഇത്തവണ സുരേഷ് ഗോപി തൃശൂരിൽ നിന്ന് നേടിയത്. ചരിത്ര വിജയം എന്ന് തന്നെ പറയാവുന്ന ഒരു നേട്ടം സ്വന്തമാക്കിയ ശേഷം ഇപ്പോൾ കളക്ടറേറ്റിൽ നിന്ന് വിജയപത്രിക സ്വീകരിച്ച ശേഷം ഇനി സ്വരാജ് റൌണ്ടിൽ ഏതാണ്ട് 25,000-ഓളം പ്രവർത്തകരെ അണിനിരത്തിക്കൊണ്ടിരിക്കുന്ന റോഡ് ഷോയിൽ അദ്ദേഹം പങ്കെടുക്കും. രാഷ്ട്രീയ കേന്ദ്രങ്ങളെ പോലും അമ്പരിപ്പിച്ചുകൊണ്ടുള്ള ഒരു മിന്നും വിജയം ബിജെപിക്ക് ഇവിടെ തൃശൂരിൽ സ്വന്തമാക്കാനായി. ശക്തന്റെ തട്ടകത്തിൽ തന്റെ വിജയം ഉറപ്പിച്ച ശേഷം കളക്ടറേറ്റിൽ വന്ന് വിജയപത്രിക സ്വീകരിച്ച ശേഷം അദ്ദേഹം ഇനി നേരെ സ്വരാജ് റൌണ്ടിലേക്ക് പോകും. ഏതാണ്ട് 25,000-ഓളം പ്രവർത്തകർ അണിനിരക്കുന്ന റോഡ് ഷോയിൽ അദ്ദേഹം പങ്കെടുക്കും. ഇവിടെ കളക്ടറേറ്റിനകത്തും പുറത്തും നിരവധി പ്രവർത്തകരാണ് തങ്ങളുടെ പ്രിയ നേതാവിനെ കാണാൻ വേണ്ടി ഒത്തുകൂടിയിരിക്കുന്നത്. ഏതാണ്ട് 25,000-ഓളം പ്രവർത്തകരാണ് ഇന്ന് സ്വരാജ് റൌണ്ടിൽ നടക്കുന്ന റോഡ് ഷോയിൽ അണിനിരക്കുക. Shri Vijay, please, Arana important, our No, please, all the media, please wait outside. Please. Please. No, please. Abhi, you wait outside and please. Okay. Namaskar. First of all, congratulations. And media can leave. There are Sir, excellent. Sir, this is okay. Sir. Okay.